ഡിയർ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. നമ്മൾ സ്റ്റെപ്പ് 10ലും 11ലും എന്താ പഠിച്ചത്? വാണ്ട് അല്ലേ? വാണ്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അല്ലേ? അതാണ് നമ്മൾ സ്റ്റെപ്പ് 10ലും 11ലും പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നീഡ് എന്നുള്ള വേർഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നീഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ആവശ്യം പറയാനാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളും ഉണ്ടാവും, ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന നമ്മളുടെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ അല്ലേ, അതുപോലെ പ്യുവർ എയർ, ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്, ആവശ്യമാണ്. ഓക്കെ, വി നീഡ് വാട്ടർ, ഓക്കെ, ആൻഡ് വി നീഡ് ഫുഡ്. ക്ലിയർ? അപ്പോൾ അത് ആവശ്യമാണ് നമ്മളുടെ. വാണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ പറയാം, വാണ്ട് വെച്ച് പറയുമ്പോൾ. അപ്പോൾ ഐ വാണ്ട് എ കാർ. ക്ലിയർ? അപ്പോൾ എനിക്കൊരു കാറ് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഐ വാണ്ട് ടു ബൈ എ കാർ. എനിക്കൊരു കാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നുള്ളത് അല്ലേ? ഐ വാണ്ട് ടു ബൈ എ കാർ. ഇനി ഐ വാണ്ട് യു ടു ഹെൽപ്പ് മീ. നിങ്ങൾ എന്നെ സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ക്ലിയർ? ഇനി ആ വാണ്ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ നീഡ് ചേർത്ത് പറയുക. നീഡ്. ഇപ്പോൾ ഐ നീഡ് എ കാർ. ഐ നീഡ് എ കാർ. ഓക്കെ, ഐ നീഡ് യു ടു ഹെൽപ്പ് മീ. നീ എന്നെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ നീഡ് വരുമ്പോൾ ആവശ്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുക. ചിലപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ വാണ്ടും നീഡും ഒക്കെ പരസ്പരം മാറ്റി മാറ്റി പറയാറുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ആശയം കൈമാറിയാൽ മതി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ ചെറിയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ക്ലിയർ? അതേപോലെ നമ്മൾ നീഡ് യൂസ് ചെയ്യുമ്പം നമ്മൾ ചില മിസ്റ്റേക്കുകളും കോമൺ ആയിട്ട് വരുത്താറുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ വരുത്താതെ പ്രാക്ടീസ് ചെയ്യാനുള്ള ചില ടെക്നിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് ടു മീ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നീഡ് നമ്മൾ പറഞ്ഞ ഒരു ആവശ്യം പറയാനാണെന്നല്ലേ? അപ്പോൾ ഒന്നാമത്തെ യൂസ് നോക്കൂ നീഡിൻ്റെ. അപ്പോൾ നീഡ് ആസ് എ മെയിൻ വെർബ്. നീഡ് ഒരു മെയിൻ വെർബായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതുപോലെ രണ്ടാമത്തെ യൂസ് നീഡ് ആസ് ആൻ ഓക്സിലറി വെർബ്. നീഡ് ആസ് ആൻ ഓക്സിലറി വെർബ്. ഒരു ഓക്സിലറി വെർബായിട്ട് എങ്ങനെയാണ് നീഡ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയകൾ അല്ലെങ്കിൽ മെയിൻ വെർബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒന്ന് വേഗം ഓടിച്ച് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പ്ലേ എന്ന് പറയുന്ന ഒരു വെർബ്. പ്ലേ എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 3 ഫോംസ് ഒക്കെ നമുക്കറിയാം. 3 അല്ല 4 നമുക്കറിയാം അല്ലേ? പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേയിങ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലേ കളിക്കുക അല്ലെങ്കിൽ കളിക്കാറുണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ പ്ലേയുടെ കൂടെ എന്തുണ്ട്? ഡു പ്ലേ ആണിത്, അല്ലെങ്കിൽ ഡസ് പ്ലേ അല്ലേ? ഡു ഓർ ഡസ് പ്ലേ. പ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡ് പ്ലസ് പ്ലേ ആണ്. ഡിഡ് പ്ലസ് പ്ലേ ആണിത് പ്ലേഡ്. ക്ലിയർ? അപ്പം ഞാൻ കളിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ പ്ലേ. ഞാൻ എല്ലാ ദിവസവും കളിക്കാറുണ്ട്. ഐ പ്ലേ എവറി ഡേ. അവൻ എല്ലാ ദിവസവും കളിക്കാറുണ്ട് എന്നാണെങ്കിലോ പ്രസന്റ് ടെൻസ് അല്ലേ? അവൻ എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലേ? അപ്പോൾ ഹീ പ്ലേസ് എന്ന് പറയണം അല്ലേ? ഹീ പ്ലേസ്. അപ്പോൾ ഹീ പ്ലേസ് എവറി ഡേ. ക്ലിയർ? അപ്പോൾ ഇനി ഈ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ കളിക്കാറുണ്ടെന്ന് മാത്രമല്ല, അവൻ കളിച്ചു, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ കളിച്ചുകൊണ്ടിരിക്കും, അവൻ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 വേർഡ് മാത്രം പോരാ അല്ലേ? അപ്പം അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം? അവൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് എങ്ങനെ പറയും? ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് അല്ലെ? അവരിപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഈ പ്ലേ എന്ന് പറയുന്ന ഈ മെയിൻ വെർബ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ മെയിൻ വെർബ്. ആ മെയിൻ വെർബിൻ്റെ കൂടെ നമ്മൾ ഈസ് ചേർക്കണം. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ഈ പ്ലേനെ സഹായിക്കുന്ന ആരാണ്? ഈസ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഹി ഈസ് പ്ലേയിങ്, ഹി വാസ് പ്ലേയിങ്, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വിൽ പ്ലേ, അവൻ കളിക്കും. അപ്പോൾ നമ്മൾ ഈ ടെൻസുകളിൽ പല കാലങ്ങളൊക്കെ ആയിട്ട് പറയണ്ടേ? കളിക്കും, കളിച്ചുകൊണ്ടിരിക്കും, കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വേർഡ് പ്ലേ എന്നുള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പ്ലേഡ് എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയം കംപ്ലീറ്റ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ഓക്സിലറി വെർബ് നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബ് എന്നും പറയാം. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അത്ര മനസ്സിലാക്കുക. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ളതിൽ ഈ പ്ലേ എന്നുള്ളതാണ് മെയിൻ വെർബ്, ഈസ് എന്നുള്ളത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്.
അതേപോലെ നമുക്കിപ്പം ഈ നീഡ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം, ഒരു ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കാം. അതുപോലെ എത്ര ഓക്സിലറി വെർബാണ് ഉള്ളത്? 24 ഓക്സിലറി വെർബ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വേഗം ഒന്ന് ഓടിച്ച് പറയാം. ഈസ്, ആം, ആർ, വാസ്, വേർ. ക്ലിയർ. അതേപോലെ എന്താണ്? ഡു, ഡസ്, ഡിഡ്. ക്ലിയർ. അതുപോലെ മേ, മൈറ്റ്, മസ്റ്റ്, ഷാല്, ഷുഡ്, ക്യാന്, കുഡ്. ക്ലിയർ. അതുപോലെ നീഡ്, ഓട്ട് ടു, ഡെയർ. അങ്ങനെ 24 ഓക്സിലറി വെർബ്സാണ് ഉള്ളത്. അത്രയെങ്കിലും പഠിക്കാം. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ഓക്സിലറി വെർബായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത്രയും ഓർമ്മിക്കാം. അപ്പോൾ ഈ നീഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കാം, ഒരു മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ പ്ലേ അല്ലെങ്കിൽ ഗോ, ഇപ്പോൾ ഗോ വെന്റ് ഗോൺ, നമ്മൾ ഈ പോകുക എന്നുള്ള വെർബിൻ്റെ 3 ഫോംസ് അല്ലേ. അപ്പോൾ ഈ ഗോ എന്നുള്ളത് ഇപ്പം നീ പോയോ അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക നമ്മളിപ്പം നീ പോയി എന്നുള്ളതാണെങ്കിൽ യു വെന്റ്. അപ്പോൾ ഇവിടെ ഈ വെന്റ് എന്നുള്ളതാണ് മെയിൻ വെർബ്. ഇനി നീ പോയോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ വെന്റ് യു എന്ന് ചോദിച്ചാൽ മതിയോ? പോരാ. അപ്പോഴാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് വെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡ് പ്ലസ് ഗോ ആണ് അല്ലേ. അപ്പോൾ നീ പോയോ എന്ന് ചോദിക്കണമെങ്കിൽ പാസ്റ്റിലാകുമ്പോൾ ഈ ഡിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡിഡ് യു ഗോ, നീ പോയിരുന്നോ? ഡിഡ് യു ഗോ യെസ്റ്റർഡേ, ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അപ്പോൾ ഈ ഡിഡ് എന്ന് പറയുന്നത് അവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് വരും. അപ്പോൾ ഈ ഗോയിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ. അപ്പോൾ നമ്മുടെ ആ സെൻറ്റൻസിൽ നമ്മളെ നീ ഇന്നലെ പോയിരുന്നോ എന്ന് ഫാസ്റ്റിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വെർബാണ് ഡിഡ്. അവിടെ വന്നേ പറ്റൂ ഇന്നലെ പോയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ. ക്ലിയർ. അപ്പോൾ അത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞേ ഉള്ളൂ ഓക്സിലറി വെർബിൻ്റെ കാര്യം. ഇനി ഈ നീഡ് മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും എങ്ങനെ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് ഓക്സിലറി വെർബ്, മെയിൻ വെർബ് എന്നൊക്കെ പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അത് പഠിക്കാനൊന്നും പോകണ്ട. ജസ്റ്റ് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിച്ചാൽ മതി. കുറച്ച് സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ പഠിക്കുക. അത് വെച്ചിട്ട് ഇംഗ്ലീഷിൽ കുറേ സെൻറ്റൻസുകൾ നമ്മൾ സ്വയം ഉണ്ടാക്കി പഠിക്കുക. ആദ്യം ഈ വീഡിയോയിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ. ഇത് കേൾക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അവർക്ക് അത്യാവശ്യം എക്സാമിനൊക്കെ ഓക്സിലറി വെർബ്, മെയിൻ വെർബ് ആവശ്യമായിട്ട് വരാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രാമറിലേക്ക് പോകുമ്പോൾ അതൊരു കൺഫ്യൂഷനായിട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. നീഡ് ആസ് എ മെയിൻ വെർബ്. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിളാണ് വി നീഡ് ടു ഹെൽപ്പ് ഹർ. നമ്മൾ അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നീഡിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ആവശ്യം. ഓക്കെ. അപ്പോൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുണ്ട് എന്ന് പറയണമെങ്കിൽ നീഡ് കൊടുക്കുക. ഓക്കെ. ഇപ്പം വി നീഡ് ടു, പിന്നെ അവിടെ ഒരു ടു കൊടുക്കണം കേട്ടോ. വി നീഡ് ടു ഹെൽപ്പ് ഹർ. ഹെൽപ്പ് എന്നുള്ളത് സഹായിക്കുക, ഒരു വെർബല്ലേ. അപ്പോൾ വി നീഡ് ടു ഹെൽപ്പ് ഹർ. നമുക്ക് അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ. ആവശ്യമായിരുന്നു എന്നാണെങ്കിൽ വി നീഡഡ് കൊടുക്കണം. ഈ നീഡിൻ്റെ സെക്കൻഡ് ഫോമാണ്, നീഡ് എന്നുള്ള വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് നീഡഡ്. ഓക്കെ. അപ്പോൾ ഇത് ആവശ്യമാണ്, ഇത് ആവശ്യമായിരുന്നു. അത്രയും മനസ്സിലായോ? പിന്നെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് നീഡ് പ്ലസ്, അപ്പോൾ സ്ട്രക്ചർ എന്താണ്? ഒരു സബ്ജക്റ്റ് കൊടുക്കുക, അതാണ് വി, പ്ലസ് പിന്നെ നീഡ് കൊടുക്കുക. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ആവശ്യമാണ്. ഓക്കെ. എന്തിന്? വാങ്ങാനോ എഴുതാനോ പഠിക്കാനോ. അപ്പോൾ വി നീഡ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വി നീഡ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ. ഇനി അവൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഹി ആണല്ലേ, ആവശ്യമാണെന്നല്ലേ, പ്രസന്റ് ടെൻസ് അല്ലേ. അപ്പോൾ അവൻ എന്നുള്ളത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നീഡിൻ്റെ കൂടെ എസ് കൊടുക്കണം. ഓക്കെ. ഹി നീഡ്സ് ടു സ്റ്റഡി. പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ ഹി, ഷീ, ഇറ്റൊക്കെ വരുമ്പോൾ എസ് ഫോം കൊടുക്കണം. ഐ, യു, വി, ദേ വരുമ്പോൾ എസ് ഫോം കൊടുക്കണ്ട. ഓക്കെ. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആകുമ്പോൾ എസ് ഫോം കൊടുക്കണം. ഓക്കെ. പ്ലൂറൽ ആകുമ്പോൾ എസ് ഫോം കൊടുക്കണ്ട. അപ്പോൾ ഐ, യു, വി, ദേ ഒക്കെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണല്ലോ പരിഗണിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ അതുകൊണ്ടാണ് ഈ വി വരുമ്പോൾ നീഡ്സ് കൊടുക്കാഞ്ഞത്. വി നീഡ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ വി നീഡ് ടു ഹെൽപ്പ് ഹർ. നമുക്ക് അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആവശ്യമാണെന്നൊന്നും മലയാളത്തിൽ പറയില്ല, നമ്മൾ അവളെ സഹായിക്കണം എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ അതിൻ്റെ ആ ഒരു നെസസിറ്റി നോക്കിയിട്ടാണ് നമ്മളത് വാണ്ട് യൂസ് ചെയ്യണോ നീഡ് യൂസ് ചെയ്യണോ എന്ന് പറയാം. അപ്പോൾ വാണ്ടിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങളത് കാണണം. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിക്കോളും. ഓക്കെ. അപ്പോൾ വി വാണ്ട് ടു ഹെൽപ്പ് ഹർ എന്നും പറയാം, വി നീഡ് ടു ഹെൽപ്പ് ഹർ എന്നും പറയാം. കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ. ദെൻ പിന്നെ ഈ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് നോക്കൂ.
വി നീഡ് ടു ഹെൽപ്പ് ഹർ. അതിൻ്റെ നെഗറ്റീവ് എന്താ? വി ഡോണ്ട് നീഡ് ടു ഹെൽപ്പ് ഹർ. അപ്പോൾ ഈ പ്രസൻറ്റ് ഫോം ആകുമ്പോൾ നമുക്കറിയാം പ്രസൻറ്റ് ഫോമിൽ എപ്പോഴും ഇവിടെ ഡു ഉണ്ട്, പാസ്റ്റ് ഫോമിൽ എപ്പോഴും ഡിഡ് പ്ലസ് നീഡാണ്. അപ്പോൾ വി നീഡ് ടു ഹെൽപ്പ് ഹർ എന്ന് പറയുമ്പോൾ ഡു ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിക്കുക. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ടെക്നിക്ക്. വി ഡു നീഡാണ്. ഡു നമ്മൾ സംസാര ഭാഷയിൽ അധികം പറയുന്നില്ല, പക്ഷെ അവിടെ ഉണ്ട് ഡു. ഈ ഡു അവിടെ ഉണ്ട് നീഡിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴും ആ ഡു ഓർക്കണം. നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ ഈ ഡോണ്ട് നീഡ് എന്ന് ചേർക്കണം. വി ഡോണ്ട് നീഡ് ടു ഹെൽപ്പ് ഹർ. നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ടു ഹെൽപ്പ് ഹർ. ഇനി അവളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? ഡു ആദ്യം ചേർക്കണം. ഡു വി നീഡ് ടു ഹെൽപ്പ് ഹർ? ഡു വി നീഡ് ടു ഹെൽപ്പ് ഹർ? അപ്പോൾ ക്വസ്റ്റ്യന് ക്ലിയർ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സെൻറ്റൻസ് എങ്കിലും എടുത്തിട്ട് അതിനെ നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. വി നീഡ് ടു ഹെൽപ്പ് ഹർ. വി ഡോണ്ട് നീഡ് ടു ഹെൽപ്പ് ഹർ. ഡു വി നീഡ് ടു ഹെൽപ്പ് ഹർ? അവളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങുക. അപ്പോൾ അവിടെ ഹെൽപ്പിന് പകരം ബൈ എന്ന് കൊടുക്കുക, വാങ്ങുക. അപ്പോൾ വി നീഡ് ടു ബൈ സം വെജിറ്റബിൾസ്. വി നീഡ് ടു ബൈ സം വെജിറ്റബിൾസ്. ഇനി അതിൻ്റെ നെഗറ്റീവ്, വി ഡോണ്ട് നീഡ് ടു ബൈ സം വെജിറ്റബിൾസ്. വി ഹാവ് ഓൾറെഡി സം വെജിറ്റബിൾസ് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് വെജിറ്റബിൾസ് ഓൾറെഡി ഉണ്ട്, പിന്നെ എന്തിനാണ് ഇപ്പോൾ വാങ്ങുന്നത്? വി ഡോണ്ട് നീഡ് ടു ബൈ വെജിറ്റബിൾസ്. ഓക്കെ, ദെൻ ഡു വി നീഡ് ടു ബൈ വെജിറ്റബിൾസ്? നമുക്ക് വെജിറ്റബിൾസ് വല്ലതും വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഡു വി നീഡ് ടു ബൈ എനി വെജിറ്റബിൾസ്? നമ്മൾ കടയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ചോദിക്കുകയാണ്, ഇന്ന് വെജിറ്റബിൾസ് വല്ലതും വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അപ്പോൾ ആ സന്ദർഭം മനസ്സിലാക്കി പഠിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ സ്ട്രക്ചർ ഓർമ്മിക്കാം. വി നീഡ് ടു പ്ലസ് വെർബ് കൊടുക്കുക, വൈ. വി നീഡ് ടു അവിടെ വേണം കേട്ടോ. വി നീഡ് ടു ബൈ. വി നീഡ് ടു ഗോ ടു സ്കൂൾ ടുഡേ. ഓക്കെ, വി ഡോണ്ട് നീഡ് ടു ഗോ ടു സ്കൂൾ ടുഡേ ബിക്കോസ് ഇറ്റ്സ് എ ഹോളിഡേ. ഓക്കെ, വി നീഡ് ടു കോൾ ഹർ. നമുക്ക് അവളെ വിളിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് അവളെ വിളിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, വി നീഡ് ടു കോൾ ഹർ. ഇനി ആവശ്യമായിരുന്നു എന്നാണെങ്കിൽ വി നീഡഡ് ടു കോൾ ഹർ. ഓക്കെ, ആവശ്യമായിരുന്നില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റ് വരുമ്പോൾ എന്ത് വേണം? നെഗറ്റീവ് പറയാൻ ഡിഡിൻറ്റ് കൊടുക്കുക. വി ഡിഡിൻറ്റ് നീഡ് ടു ഹെൽപ്പ് കോൾ ഹർ. ഓക്കെ, അവളെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഓക്കെ, വി ഡിഡിൻറ്റ് നീഡ് ടു കോൾ ഹർ. ഓക്കെ, ഇനി ആവശ്യമുണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ എന്ത് വേണം? പാസ്റ്റ് അല്ലേ? ഉണ്ടായിരുന്നോ? ഓക്കെ, ആവശ്യമായിരുന്നോ? ആയിരുന്നു. അപ്പോൾ ഡിഡ് വി നീഡ് ടു കോൾ ഹർ? അവളെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസ്, ഹി നീഡ്സ് ടു ഹെൽപ്പ് ഹർ. അവന് അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. ഹി നീഡ്സ് ടു ഹെൽപ്പ് ഹർ. ക്ലിയർ. അപ്പോൾ ഹി വരുമ്പോൾ നീഡ്സ് കൊടുക്കുക. ക്ലിയർ. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ. ഐ നീഡ് യു ടു റിമൈൻഡ് മീ. അപ്പോൾ റിമൈൻഡ് മീ എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ, മീ എന്ന് പറയുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഐ നീഡ് യു. അപ്പോൾ ഐ നീഡ് യു എന്ന് പറഞ്ഞാൽ എന്താ? ഐ വാണ്ട് യു എന്നുള്ള സ്ട്രക്ചർ ഓർക്കുക. സ്റ്റെപ്പ് 10ലെയും 11ലെയും. ഓക്കെ, ഐ വാണ്ട് യു എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വാണ്ട് യു ടു ഡു ദാറ്റ്. അതേ മോഡൽ തന്നെയാണിത്. ഐ നീഡ് യു ടു ഡു ദാറ്റ്. നീ അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഓക്കെ, എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ നീഡ് എന്നുള്ളത് ആഗ്രഹം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആവശ്യവും എല്ലാം അല്ലേ, ആ ഒരു ഐഡിയ മനസ്സിലാക്കാം. അപ്പോൾ ഐ നീഡ് യു ടു റിമൈൻഡ് മീ. അപ്പോൾ റിമൈൻഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ നീ എന്നെ ഓർമ്മിപ്പിക്കണേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നീ എന്നെ ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ നീ എന്നെ അത് ഓർമ്മിപ്പിക്കണേ. ഐ നീഡ് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പ്ലീസ് റിമൈൻഡ് മീ എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ നീഡ് പഠിക്കുന്നത് കൊണ്ട് ആ ഒരു സെൻറ്റൻസ് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഷോർട്ടായിട്ട് നമുക്ക് പ്ലീസ് റിമൈൻഡ് മീ എന്ന് പറഞ്ഞാൽ പോരെ. എന്നെ ഓർമ്മിപ്പിക്കണേ, പ്ലീസ് റിമൈൻഡ് മീ. പക്ഷെ നീഡ് വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓർക്കുക. ഐ നീഡ് യു ടു റിമൈൻഡ് മീ. നീ എന്നെ ഓർമ്മിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യമാണത്. ഓക്കെ, ഇനി അതുപോലെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നീ എന്നെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അല്ലെങ്കിൽ ഐ നീഡ് യു ടു കംപ്ലീറ്റ് ദിസ് വർക്ക്. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ടു കംപ്ലീറ്റ് ദിസ് വർക്ക്. ഓക്കെ, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഐ നീഡ് യു. ഓക്കെ, എനിക്ക് നിൻ്റെ ആവശ്യമുണ്ട്. ക്ലിയർ.
അപ്പോൾ അങ്ങനെ ഓർത്ത് പഠിക്കുക. ഐ നീഡ് യു, എനിക്ക് നിൻ്റെ ആവശ്യമുണ്ട്. എന്തിന്? ടു കംപ്ലീറ്റ് ദിസ് വർക്ക്. അപ്പം ഇങ്ങനെയുള്ള പല സെൻറ്റൻസുകളും നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക. എപ്പോഴും ഐ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, സബ്ജക്റ്റ് മാറ്റി കൊടുക്കുക. ഹീ നീഡ്സ് ഹെർ, ഹീ വരുമ്പോൾ നീഡ്സ്, ഹീ നീഡ്സ് ഹെർ, അവന് അവളുടെ സഹായം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ക്ലിയർ, ഹീ നീഡ്സ് ഹെർ ടു കംപ്ലീറ്റ് ദാറ്റ് വർക്ക്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവന് അവളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് മാറ്റി കൊടുത്താൽ മതി. ഹീ നീഡ്സ് ഹെർ, ഓക്കെ, ഷീ നീഡ്സ് മീ, ഓക്കെ, അവൾക്ക് എൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ മാറ്റി മാറ്റി പറയാം. ഓക്കെ, ഐ നീഡ് ടു റിമൈൻഡ് യു. ഇനി ഇതിൻ്റെ വ്യത്യാസം എന്താ? ഈ രണ്ട് സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഐ നീഡ് ടു റിമൈൻഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്, കാരണം നിനക്ക് ഭയങ്കര മറവിയാണ്. മനസ്സിലായി? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഐ നീഡ് ടു റിമൈൻഡ് യു, ഇവിടെ യു ഇല്ല, ഐ നീഡ് ടു, ഇവിടെ നീഡ് യു ടു, രണ്ടും ശ്രദ്ധിക്കണേ. ഐ നീഡ് ടു റിമൈൻഡ് യു എന്ന് പറഞ്ഞാൽ എന്താ? ടു റിമൈൻഡ് യു എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ ഓർമ്മിപ്പിക്കേണ്ടത്, ഓക്കെ, ഓർമ്മിപ്പിക്കുവാൻ. ഓക്കെ, അപ്പോൾ നിന്നെ ഓർമ്മിപ്പിക്കണം. ഐ നീഡ് ടു റിമൈൻഡ് യു, അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ വേർഡ് ബൈ വേർഡ് ഇങ്ങനെ പറയരുത്, അപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐ നീഡ് ടു റിമൈൻഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നിന്നെ, റിമൈൻഡ് യു, നിന്നെ ഓർമ്മിപ്പിക്കാൻ. അപ്പോൾ ഓർമ്മിക്കരുത് നിന്നെ. ഇവിടെ എന്നെ, മീ എന്ന് പറയുമ്പോൾ എന്നെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഐ നീഡ് യു ടു റിമൈൻഡ് മീ, എന്നെ നീ ഓർമ്മിപ്പിക്കണം. ഇവിടെയോ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണം. മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി നാലാമത്തത്, ഷീ നീഡ്സ് ടു ബൈ മെഡിസിൻ. ഷീ നീഡ്സ് ടു പ്ലസ് വെർബ്, ക്ലിയർ. ഷീ നീഡ്സ് ടു ബൈ മെഡിസിൻ, അവൾക്ക് മരുന്ന് വാങ്ങേണ്ടത് ആവശ്യമാണ്, അർജൻറ്റാണ്. ഓക്കെ, ഷീ നീഡ്സ് ടു ബൈ മെഡിസിൻ. അപ്പോൾ ഹെൽപ്പിംഗ് വെർബായിട്ട് മെയിൻ വെർബായിട്ട് നീഡ് ഉപയോഗിക്കുന്നതിനുള്ള എക്സാമ്പിളാണിത്. ഓക്കെ, ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് അടുത്ത 2 ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ ഈ അറിവിനെ മാറ്റണം. ഓക്കെ, എന്നാലും അത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയാറില്ലേ, അത് പഠിച്ചു എന്നാലും ഓർമ്മയില്ല അല്ലേ? പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ആ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണം. ഓക്കെ, അതിന് എന്താ വേണ്ടത്? പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കുക, കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടാക്കുക, അത് നമ്മുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുക. ഈ ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും അത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് അത് ഉപയോഗിക്കുക, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ, അതെ. രണ്ടാമത്തെ പഠിച്ചാലോ? ഈ നീഡ് ഓക്സിലറി വെർബായിട്ട് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നീഡ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ഇത് ഓർത്താൽ മതി. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നീഡ് ടു എന്ന് വരില്ല അവിടെ. അതുപോലെ നീഡ് ഓക്സിലറി വെർബായിട്ട് വരുമ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യൻസിലും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. യൂസിങ് ഓൺലി ഇൻ നെഗറ്റീവ് സെൻറ്റൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും കണ്ടാൽ മതി, വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ. വി നീഡിന് നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യനിലുമാണ് വരുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസ് കാണുമ്പം ആ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ നീഡ് കാണുമ്പം അത് മെയിൻ വെർബായിട്ടാണോ ഓക്സിലറി വെർബായിട്ടാണോ? അപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ നീഡ് ഒരിക്കലും ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിൽ വരില്ല, അത് മനസ്സിലാക്കുക. പിന്നെ നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യനിൽ നോക്കാം. വി നീഡിൻ്റെ ഹെൽപ്പ് ഹർ. ഇവിടെ നോക്കിയേ സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് നീഡിൻ്റെ പ്ലസ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. നീഡിൻ്റെ ആണ്, നീഡ് ടു അല്ല. അപ്പോൾ വി നീഡിൻ്റെ ഹെൽപ്പ് ഹർ, നമുക്ക് അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അഞ്ചാമത്തെ സെൻറ്റൻസും ഈ സെൻറ്റൻസും നോക്കൂ. ഈ ഒരു സെൻറ്റൻസ് അഞ്ചാമത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? വി നീഡിൻ്റെ ഹെൽപ്പ് ഹർ, നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒന്നാമത്തെ സെൻറ്റൻസിൽ ഈ രണ്ടാമത്തെ ഭാഗം നോക്കിയത് വി ഡോണ്ട് നീഡ് ടു ഹെൽപ്പ് ഹർ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞത്? നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല.
അതേ മീനിങ് തന്നെയാണ് ഈ 5. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 5 എന്ന് വേണമെങ്കിൽ എഴുതാം, നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതി. ഈ 5 തന്നെയാണ് ഇതും. വി നീഡിൻഡ് ഹെൽപ്പ് ഹർ. ഓക്കെ, നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 വിധത്തിൽ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഏതാണ് നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇത് കൂടുതലും നമ്മൾ ഈ എന്താ പറയുക ഫോർമൽ സിറ്റുവേഷൻസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതലും സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ സൗകര്യം ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം അത് പഠിക്കാം. വി നീഡിൻഡ് ഹെൽപ്പ് ഹർ, ഇത് അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഇതായിരിക്കും ഓർത്ത് വെക്കുക, എന്നാലും പഠിച്ചു വെക്കുക. ആരെങ്കിലും നമ്മളോട് ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമല്ലോ. വി നീഡിൻഡ് ഹെൽപ്പ് ഹർ, വി നീഡിൻഡ് ഹെൽപ്പ് ഹർ, നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അവളെ സഹായിക്കണോ, നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഡു വി നീഡ് ടു ഹെൽപ്പ് ഹർ, ഡു വി നീഡ് ടു ഹെൽപ്പ് ഹർ. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ ഈ അഞ്ചാമത്തെ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ, നീഡ് വി ഹെൽപ്പ് ഹർ, നീഡ് വി ഹെൽപ്പ് ഹർ. ഓക്കെ, അത് നിങ്ങൾ ഈ ഒന്നാമത്തേത് ഒന്ന് റെഫർ ചെയ്യുക. ഒന്നാമത്തേതിലെ ക്വസ്റ്റ്യൻ ഒന്ന് റെഫർ ചെയ്യുക. ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ. നീഡ് വി ഹെൽപ്പ് ഹർ, ക്ഷമയോടുകൂടി ഇതിൽ തന്നെ ശ്രദ്ധിച്ചു പഠിക്കുക. ഇപ്പോൾ എളുപ്പമോ? ഓക്കെ, നീഡ് വി ഹെൽപ്പ് ഹർ, നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? അത് തന്നെയാണ് ഇതും. ഡു വി നീഡ് ടു ഹെൽപ്പ് ഹർ, നമ്മൾ അവളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ? അപ്പോൾ അത് 2 രീതിയിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് വെച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ ഡു വി നീഡ് ടു ഹെൽപ്പ് ഹർ എന്ന് പറയുമ്പോൾ നീഡ് ഇവിടെ മെയിൻ വെർബാണ്. ഈ സെൻറ്റൻസിൽ നീഡ് വി ഹെൽപ്പ് ഹർ എന്ന് പറയുമ്പോൾ നീഡ് ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്സിലറി വെർബ് മെയിൻ വെർബ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ട, സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിച്ചാൽ മതി. ഓക്കെ, ആറാമത്തെ ഹി നീഡിൻഡ് ഹെൽപ്പ് ഹർ, ഹി നീഡിൻഡ് ഹെൽപ്പ് ഹർ നെഗറ്റീവ് സെൻറ്റൻസിലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടു ഒരിക്കലും വരില്ല. ഓക്കെ, ഹി നീഡിൻഡ് ഹെൽപ്പ് ഹർ, അപ്പോൾ ഇവിടെ എസ് ഫോമിൻ്റെ ആവശ്യവുമില്ല. ക്ലിയർ? ഹി നീഡ്സിൻ്റെ ഒന്നും ഒരിക്കലും പറയില്ല. ഹി നീഡിൻഡ് ഹെൽപ്പ് ഹർ, അവന് അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല, അവൾ തന്നെ എല്ലാം ചെയ്തോളും. ഓക്കെ, ഹി നീഡിൻഡ് ഹെൽപ്പ് ഹർ. നീഡ് ഹി ഹെൽപ്പ് ഹർ, അവന് അവളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? അവളെ എടുക്കണം കേട്ടോ. നീഡ് ഹി ഹെൽപ്പ് ഹർ, അവന് അവളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടെ പറയാം. ഐ നീഡിൻഡ് റിമൈൻഡ് യു, എനിക്ക് നിന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ഐ നീഡിൻഡ് റിമൈൻഡ് യു. നീഡ് ഐ റിമൈൻഡ് യു, ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നീഡ് ഐ റിമൈൻഡ് യു. ഇനി ഡു ഐ നീഡ് ടു റിമൈൻഡ് യു അങ്ങനെയും ചോദിക്കാതെ ഈ മോഡലിൽ. ഡു ഐ നീഡ് ടു, അപ്പോൾ അവിടെ ടു വരും. നീഡ് കഴിഞ്ഞിട്ട് ടു വരും, എപ്പോഴും ഓർമ്മിക്കുക. അപ്പോൾ നീഡ് കഴിഞ്ഞ് ടു വരുമ്പം ഈ മോഡൽ, നീഡിൻ്റെ കൂടെ ടു ഇല്ലെങ്കിൽ ഈ മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക. ക്ലിയർ? അപ്പോൾ നീഡ് ഐ റിമൈൻഡ് യു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വി നീഡിൻഡ് ഹെൽപ്പ് ഹർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഇത് നെഗറ്റീവ് സെൻറ്റൻസ് അല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വി നീഡ് ഹെൽപ്പ് ഹർ എന്ന് നമ്മൾ പറയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ നീഡ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പം നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യനിലും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ വി നീഡ് ഹെൽപ്പ് ഹർ എന്ന് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ? നിങ്ങൾ പറയൂ. വി നീഡ് ഹെൽപ്പ് ഹർ. അപ്പോൾ ഇവിടെ നീഡ് ഒരു ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും നെഗറ്റീവ് സെൻറ്റൻസിലും ക്വസ്റ്റ്യനിലുമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നീഡ് പോസിറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മെയിൻ വെർബായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പം എപ്പോഴും നീഡിൻ്റെ കൂടെ ടു ചേർക്കണം. അപ്പോൾ ഇവിടെ നീഡിൻ്റെ കൂടെ ടു ചേർത്തിട്ടുണ്ടോ? ഞാൻ ഇല്ല. അപ്പോൾ ഈ സെൻറ്റൻസ് തെറ്റാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വി നീഡ് ഹെൽപ്പ് ഹർ എന്ന് പറയരുത്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അതുപോലെ യു നീഡ് ഹെൽപ്പ് ഹർ എന്നൊന്നും പറയരുത്. യു നീഡ് ഹെൽപ്പ് ഹർ, നീ അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. ഇതും തെറ്റാണ്. കാരണം ഇവിടെ നീഡ് ഒരു ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും ഇത് പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ? നീ അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്നല്ലേ? അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിൽ വരുമ്പോൾ എപ്പോഴും നീഡിൻ്റെ കൂടെ ടു ചേർക്കണം. ആ ഒരു ട്രിക്ക് ഓർത്താൽ മതി. ഓക്കെ, പോസിറ്റീവ് സെൻറ്റൻസിൽ നീഡിൻ്റെ കൂടെ ടു ചേർക്കുക. അപ്പോൾ യു നീഡ് ടു ഹെൽപ്പ് ഹർ എന്ന് തന്നെ പറയണം. വി നീഡ് ടു ഹെൽപ്പ് ഹർ എന്ന് പറയണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക.
ഇനി നമ്മൾ പാസ്റ്റ് ഫോം കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു, പാസ്റ്റ് ഫോം. അപ്പോൾ ഈ നീഡ് അടുത്ത് എന്ത് കൊടുത്താൽ മതി? നീഡിന്റെ പാസ്റ്റ് ഫോം എന്താണ്? നീഡഡ്. അപ്പോൾ പാസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ വി നീഡഡ് ടു ഹെൽപ്പ് ഹർ, വി നീഡഡ് ടു ഹെൽപ്പ് ഹർ. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് മായ്ച്ചിട്ട് പാസ്റ്റ് ഫോം എഴുതാം കേട്ടോ. അത് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ തേർഡ് നമ്പർ കൊടുത്തിട്ട് പാസ്റ്റ് ഫോം എന്ന് എഴുതാം, പാസ്റ്റ് ഫോം. എന്നിട്ട് ആ ഒന്നാമത്തെ സെന്റൻസ് തന്നെ പാസ്റ്റിലേക്ക് ആക്കിയാൽ മതി. വി നീഡ് എന്നുള്ളത് നീഡഡ് ആക്കുക, എന്നിട്ട് ടു കൊടുക്കുക. വി നീഡഡ് ടു ഹെൽപ്പ് ഹർ, വി നീഡഡ് ടു ഹെൽപ്പ് ഹർ. അപ്പോൾ ഈ നീഡഡ് എന്ന് പറയുമ്പോൾ ഇതന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുക? നമ്മൾ അവളെ സഹായിക്കേണ്ടത് ആവശ്യമായിരുന്നു. ക്ലിയർ? നമ്മൾ അവളെ സഹായിക്കേണ്ടത് ആവശ്യമായിരുന്നു കേട്ടോ. നമ്മൾ സഹായിച്ചിട്ടില്ല, എന്താ ചെയ്യുക? ഇപ്പം നമ്മൾ പറയുകയാണ് വി നീഡഡ് ടു ഹെൽപ്പ് ഹർ, നമ്മൾ അവളെ സഹായിക്കേണ്ടത് ആവശ്യമായിരുന്നു. ക്ലിയർ? ഇനി നമ്മൾ അവളെ സഹായിക്കേണ്ടത് ആവശ്യമായിരുന്നോ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് വേണം? ഈ നീഡഡ് എന്നുള്ളത് പാസ്റ്റ് അല്ലേ? പാസ്റ്റ് ആകുമ്പം ഈ ഒരു ട്രിക്ക് ഓർമ്മിക്കുക, ഡിഡ് പ്ലസ് നീഡ് എന്ന് ഓർമ്മിക്കുക. ക്ലിയർ? അപ്പോൾ ഈ ഡിഡ് എടുത്ത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാസ്റ്റിൽ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഡിഡ് എടുക്കുക, എന്നിട്ട് ഈ സബ്ജക്റ്റ് കൊടുക്കുക. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് കൊടുക്കുക. സബ്ജക്റ്റ് ആരാണ്? നമ്മുടെ വി. ക്ലിയർ? അപ്പോൾ ഡിഡ് വി. ക്ലിയർ? ഡിഡ് വി. അപ്പോൾ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നീഡഡ് എന്ന് കൊടുക്കരുത്, നീഡിനെ കൊടുക്കാവൂ. ഡിഡ് വി നീഡ് ടു ഹെൽപ്പ് ഹർ, ഡിഡ് വി നീഡ് ടു ഹെൽപ്പ് ഹർ, നമ്മൾ അവളെ സഹായിക്കേണ്ടത് ആവശ്യമായിരുന്നോ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമിലെ കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ ടൈം ഒരുപാട് നീണ്ടുപോകും, നിങ്ങൾ ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഷീ നീഡഡ് ടു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അവൾക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടത് ആവശ്യമായിരുന്നു. നീഡഡ്. ഓക്കെ, ആവശ്യമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡിഡ് ഷീ നീഡ് ടു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ബാക്കി നിങ്ങൾ ഫിൽ ചെയ്യാം. ഡിഡ് ഷീ നീഡ് ടു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ, അവൾക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ടത് ആവശ്യമായിരുന്നോ? ക്ലിയർ? ഇനി അത് എപ്പോഴാണ് അവൾക്ക് ഇന്നലെ എപ്പോഴാണ് പോകേണ്ടത് ആവശ്യമായിരുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ വെൻ വരും. വെന്നും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കി പഠിക്കാം. വെൻ ഡിഡ് ഷീ ഗോ ടു സ്കൂൾ. അപ്പോൾ യെസ്റ്റർഡേ കൊടുക്കരുത്. വെൻ ഡിഡ് ഷീ ഗോ ടു സ്കൂൾ, അവൾക്ക് ഇന്നലെ. ഓക്കെ, കുഴപ്പമില്ല. വെൻ ഡിഡ് ഷീ ഗോ ടു സ്കൂൾ, അവൾക്ക് ഇന്നലെ എപ്പോഴാണ് സ്കൂളിൽ പോകേണ്ടത് ആവശ്യമായിരുന്നത്? ഓക്കെ, ഇന്നലെ എത്ര മണിക്കാണെന്നുള്ള അർത്ഥത്തിൽ വരും അല്ലെ? അറ്റ് വാട്ട് ടൈം അങ്ങനെയും ചോദിക്കാം. അത് അറ്റ് വാട്ട് ടൈം ഡിഡ് ഷീ നീഡ് ടു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ക്ലിയർ? അറ്റ് വാട്ട് ടൈം. ഓക്കെ, അപ്പോൾ വിച്ച് ടൈം എന്ന് പറയുന്നത് വാട്ട് ടൈം. ഓക്കെ, ഏത് ടൈമിലാണ് അവൾക്ക് പോകേണ്ടിയിരുന്നത്? മനസ്സിലായോ? അപ്പം ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണോ? നീഡഡ് എന്നുള്ളത് എന്താണ്? ഡിഡ് നീഡല്ലേ? അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്താവും? ഡിഡിൻ്റെ നീഡാക്കുക. അപ്പോൾ ഷീ ഡിഡിൻറ്റ് നീഡ് ടു. ഡിഡ് വരുമ്പോൾ നീഡ് ടു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അവൾക്ക് ഇന്നലെ സ്കൂളിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്ലിയർ? ഷീ ഡിഡിൻറ്റ് നീഡ് ടു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അപ്പോൾ പോസിറ്റീവ്, പാസ്റ്റിലേത് പോസിറ്റീവ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. വേർ ഡിഡ് ഷീ നീഡ് ടു ഗോ, അവൾക്ക് എവിടെയാണ് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്? വേർ ഡിഡ് ഷീ നീഡ് ടു ഗോ. ക്ലിയർ? ആൻഡ് വാട്ട് ഡിഡ് ഷീ നീഡ് ടു ബൈ, അവൾക്ക് എന്താണ് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്? വാട്ട് ഡിഡ് ഷീ നീഡ് ടു ബൈ. ക്ലിയർ? അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമും കംപ്ലീറ്റ് ആക്കി. ക്ലിയർ? ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നാലാമത്തത്. നമ്മൾ വാണ്ടിൻ്റെത് വെച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് എളുപ്പമായിരിക്കും. നാലാമത്തത് എന്ന് പറയുന്നത് നീഡ് പ്ലസ് നൗൺ ആണ്. നീഡ് പ്ലസ് നൗൺ. ഇത് നമ്മൾ വാണ്ട് പ്ലസ് നൗൺ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാണ്ട് പ്ലസ് നൗൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വാണ്ട് ആൻ ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുന്നത് നൗൺ അല്ലേ? അപ്പോൾ എനിക്കൊരു ആപ്പിൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഐ വാണ്ട് ആൻ ആപ്പിൾ. അതേപോലെ തന്നെയാണ് ഈ നാലാമത്തെ സ്ട്രക്ചർ. ഐ വാണ്ടിൻ്റെ പ്ലേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വാണ്ട് ആൻ ആപ്പിൾ. അപ്പോൾ ഇവിടെ ആൻ ആപ്പിൾ ആണ് നൗൺ. ഐ വാണ്ട്, ഐ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് പ്ലസ് നൗൺ. അതേപോലെ സബ്ജക്റ്റ് പ്ലസ് നീഡ് പ്ലസ് നൗൺ. ഓക്കെ, അപ്പോൾ ഐ
ഈ വണ്ണിന് പോലെ നീഡ് കൊടുക്കുക. ഐ നീഡ് ഐ നീഡ് എ ആപ്പിൾ. അപ്പോൾ ഐ നീഡ് സം വാട്ടർ. അത് അത്യാവശ്യമാണ്, കാരണം എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഐ എം സോ തേഴ്സ്റ്റി. അല്ല, എനിക്ക് നല്ല വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഓക്കെ, ക്ലിയർ. സോ ഐ എം സോ ഹംഗ്രി. ക്ലിയർ, ഐ എം സോ hungry, so I need to eat something. Or എനിക്ക് എന്തെങ്കിലും വേണമെന്നല്ലേ, ഐ നീഡ് സംതിങ്. നീഡ് ടു അല്ല, ഐ നീഡ് സംതിങ്. നീഡ് പ്ലസ് സംതിങ്. ക്ലിയർ. ഐ നീഡ് സം ബിരിയാണി. ഐ നീഡ് ആൻ ഐസ്ക്രീം. ഓക്കെ, ഐ നീഡ് സം വാട്ടർ. ഐ നീഡ് എ കപ്പ് ഓഫ് കോഫി. ക്ലിയർ അല്ലേ? അപ്പോൾ നീഡ് പ്ലസ് നൗൺ ആണ് കേട്ടോ. നീഡ് ടു അല്ല, നൗൺ ആണ്. അപ്പോൾ ഐ നീഡ് ആൻ ആപ്പിൾ, ഐ നീഡ് എ കാർ, ഐ നീഡ് എ ഗുഡ് ജോബ്. ഹി നീഡ്സ് എ ഗുഡ് ജോബ്. അപ്പോൾ അതിൽ തന്നെ വേണമെന്നില്ല, ഹി നീഡ്സ് എ ഗുഡ് ജോബ്. അപ്പോൾ നമുക്ക് ഓരോ ഫോമും കൂടെ വരുന്നുണ്ട്, അഞ്ചാമത്തെ. അതും കൂടെ പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ അത് നമ്മൾ സ്റ്റെപ്പ് 17 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ സോ ഫാർ. ബൈ, ടേക്ക് കെയർ.